ചേട്ടാ കേരള സ്റ്റോറി 2, അതായത് കേരള സ്റ്റോറി 1 ഓൾറെഡി വന്നു, വിവാദമായി എഡിറ്റ് ചെയ്തു ഒക്കെ കഴിഞ്ഞു. മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള അവാർഡ് കൊടുത്ത് രാജ്യം അങ്ങ് ആദരിച്ചു. കേരള സ്റ്റോറി 2 ബിയോണ്ട് എന്നും പറഞ്ഞിട്ടുള്ള 2ാമത്തെ പതിപ്പ് ഇറങ്ങുകയാണ്. ഞാൻ ആ കേരള സ്റ്റോറിയെ കുറിച്ചിട്ട് ഇന്നലെ ഞാൻ ആ ട്രെയിലർ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സംഘപരിവാർ ആളുകൾ മുഴുവൻ വന്ന് പൊങ്കാലയിടുന്ന സാഹചര്യമാണുള്ളത്. അവർ വന്നിട്ട് ഞാൻ എഴുതിയ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇതൊരു നുണ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പ്രൊപ്പഗൻഡയാണ്. അതായത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്, ഞാൻ കേരളത്തെ വലിയ മഹത്തരമായ ഒന്നുമല്ല, നമ്മളൊക്കെ സാധാരണക്കാരായ, നമ്മുടെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ടെങ്കിൽ പോലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയും പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ മത സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നമുക്ക് എന്താ പറയുക, ഒരേ മതത്തിൽ തന്നെ വിവാഹം കഴിക്കുന്ന, ഒരേ ജാതിയിൽ തന്നെയാണ് വിവാഹം നടക്കുന്നത്, ആചാരങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ കലാപങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പൊറോട്ടയും ബീഫും കോമ്പിനേഷൻ. അപ്പം ഇങ്ങനെയുള്ളൊരു കേരളത്തിൻ്റെ നമ്മൾ പല മാനവിക വികസന സൂചികകളിലും മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. കേരളം ഒരു മാതൃകയാക്കി കാണേണ്ടുന്ന ഒരു സംസ്ഥാനമാകുന്ന പല മാനദണ്ഡങ്ങളും ഉണ്ടാകും. വിമർശനങ്ങളുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തിനോടും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള അഭിനിവേശത്തിനോടും ഒക്കെ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ബീഫ് അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ ട്രെയിലർ, ഇതിനു മുൻപ് ടീസർ ഇറങ്ങിയിരുന്നു, നിഷേധിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു നമ്മളെപ്പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ ബീഫ് കഴിക്കും, ചേട്ടനും ബീഫ് കഴിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്തെ നമ്മുടെ പേര് അസഭ്യമാക്കിക്കൊണ്ട്, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, കേരളം എന്ന് പറയുന്ന പേരിനെ അസഭ്യം എന്ന രീതിയിൽ ഒരു വ്യംഗ്യാർത്ഥം നൽകിക്കൊണ്ടാണ് ഇവർ ഈ ട്രെയിലറിന്റെ പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അന്വേഷിച്ചവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഈ 3 സംസ്ഥാനങ്ങളിലെ ഓരോ സ്ത്രീകളുടെ ജീവിതമാണ് ഇവർ ഇതിവൃത്തമായി എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതിന് കേരളം എന്ന് പേര് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ആദാമിന്റെ വാരിൽ കണ്ടിട്ടുണ്ടോ? ജോർജ് സാറിൻ്റെ ഉണ്ട്. അപ്പോൾ എൻ്റെ എംസിയുടെ ഡെസർട്ടേഷൻ ഒന്ന് ആ സിനിമയെ കുറിച്ചായിരുന്നു. അതിൽ നമുക്കറിയാമല്ലോ 3 സ്ട്രാറ്റയിലുള്ള സ്ത്രീകളാണ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, സാധാരണക്കാരിയായ സ്ത്രീ. ഇത് 3 സംസ്ഥാനങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ കെ ജോർജ് സാറുണ്ട് ആദാമിൻ്റെ വാരിലെന്നേ പേരിട്ടുള്ളൂ. ഏതെങ്കിലും കൊച്ചമ്മയുടേതാണെന്നോ അതല്ലെങ്കിൽ മധ്യ ഇടത്തിനൊക്കെ അങ്ങനെയൊന്നും ഇട്ടില്ല. മൊത്തത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു എന്നുള്ളത് വളരെ വിചിത്രമായിരിക്കും. അതായത് പ്രൊപ്പഗൻഡയാണ്. അതായത് സംഘീയ നുണ ഫാക്ടറികളിൽ നിന്നും കേരളത്തെക്കുറിച്ച്, ചേട്ടാ ഇതിപ്പോൾ നമുക്കിവിടുത്തെ യാഥാർത്ഥ്യം അറിയാം, കേരളത്തിൽ എന്താ നടക്കുന്നതെന്നും നമുക്കറിയാം. ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കുക. ചില ആളുകൾ ബീഫ് കഴിക്കാറില്ല, ചില ആളുകൾക്ക് പശു അവർക്ക് ആരാധിക്കുന്നതാണ്, പശുവിനെ വെട്ടുന്നതിന് എതിർപ്പുണ്ടാകും, ചില ആളുകൾക്ക് ഓക്കെ ആയിരിക്കും. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ കഴിക്കുകയും കഴിക്കാതിരിക്കുകയും ചെയ്യട്ടെ, അതൊക്കെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ ആ ബീഫ് വായിൽ കുത്തിക്കേ ചിലതൊരു സീനാണ്, ട്രെയിലറിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനാണ്. ഒരു പെണ്ണിൻ്റെ, അതായത് കേരളത്തിൽ നിന്നൊരു സ്ത്രീയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റി തീറ്റിക്കുകയാണ്. അതായത് ഞാൻ ഒന്ന് ആലോചിച്ച് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും ഭൂരിപക്ഷം മതം ഹിന്ദു മതമാണ്. കഴിഞ്ഞ 3 ടൈമായി BJP സർക്കാർ, സംഘപരിവാരം ഭരിക്കുകയാണ് ഇന്ത്യ. എന്നിട്ടും ഇവർക്ക് ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദുക്കൾ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രൊപ്പഗൻഡ ഇങ്ങനെ എന്തിനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. കേരള സ്റ്റോറി എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ വന്ന സമയത്ത് ഉത്തരാഖണ്ഡ് ആണെന്ന് എനിക്കറിയില്ല കറക്റ്റ്, ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു, നികുതി ഇളവ് കൊടുത്തിരുന്നു. ഈ സിനിമയ്ക്ക് ദേശീയ നികുതി ഇളവ് കൊടുത്തുകൊണ്ട് ദേശീയ അവാർഡ് കിട്ടുന്നു. അതായത് ഈ സിനിമ അങ്ങ് സ്വീകരിക്കുകയാണ്. അതായത് കേരളം പോലൊരു നമ്മൾ ഇന്ത്യയിലുള്ളതാണല്ലോ, നമ്മൾ ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനമാണല്ലോ, ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനത്തിന് നേരെ കൈ ചൂണ്ടി നിന്നിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് നമ്മളെ താറടിച്ച് കാണിക്കുന്ന ഈ രീതിയെ അനുകൂലിക്കാനാവില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് നമുക്കൊരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ആവിഷ്കാരം, ഇപ്പം ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ ഈ കേരള സ്റ്റോറിയെ കുറിച്ച് ചോദിച്ചു, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് വെക്കുന്നത്, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹമാസിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞ സമീകരണം നടത്തുകയാണ്. ഇത് സമീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹമാസ് വേറെ വിഷയമാണ്. അല്ലെങ്കിൽ ഹമാസ് ഈ ബീഫ് തിന്നുന്നതും അല്ലെങ്കിൽ കേരളത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംഘീയ നുണ ഫാക്ടറികളിൽ നിന്ന് സാധനങ്ങൾ വരുന്നതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി സുഹൈൽ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു സ്ത്രീയോട് അയാൾക്ക് പ്രൈവറ്റ് ഫോട്ടോ ചോദിച്ചതിൻ്റെ പേരിൽ ഒരു കോളേജിലെ സ്റ്റാഫ് ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ മുഴുവനും സുഹൈലിൻ്റെ പടങ്ങളും കൊണ്ടിടുകയാണ്. എനിക്കത് മനസ്സിലായില്ല.
പിന്നെയാണ് മനസ്സിലായത് ഇയാൾ ഒരു ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ടാണ് കൊണ്ടിടുന്നത്. അതായത് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസികളാണ് ഉണ്ടെന്നുള്ളൊരു എന്തൊരു വൈരാഗ്യമാണ് ജനിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അല്ല അതാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ നിലപാട് വ്യക്തമാക്കുമ്പോഴും അതിനെ വർഗീയമായി കാണുക. നമുക്ക് ഈ ലോകത്തെല്ലാവരും ജാതി നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തെങ്കിലും പരാമർശം നടത്തുമ്പോൾ അയാളെ ജാതി പെട്ടതെല്ലാം കൂടെ നമ്മൾ ചീത്ത വിളിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഒരിക്കലും ഈ ഒരു അവസ്ഥയില്ലായിരുന്നു. മാത്രമല്ല പലരുടെ ജാതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. അന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ട് ഞങ്ങളുടെ നാട്ടിലാരും അങ്ങനെ ജാതി സംസാരിക്കണം ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അതായത് മനുഷ്യന്റെ എല്ലാ ജംഗ്ഷൻ പോലും മരണത്തിലും അല്ലെങ്കിൽ ജനനത്തിലും വിവാഹത്തിലും ഒക്കെ ജാതിയും മതവും ഉണ്ട്. ഇത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഒരു എന്താ പറയുക പുണ്യ പാവനമായ ഒന്നുമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത്രയും അധികം ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിനെതിരെ നടത്തുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കുന്നതല്ല. അതിന് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ഇപ്പുറത്തുനിന്നുള്ള ആൾ സംഘപരിവാറിൻ്റെ ആളുകൾ സിനിമ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പന്നിയിറച്ചി കഴിക്കാൻ പറയുമോ? അപ്പോൾ അത് മുസ്ലിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നോക്കൂ, പന്നിയിറച്ചി കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കഴിക്കട്ടെ, അവർക്ക് ഹറാമാണെങ്കിൽ അവർ കഴിക്കാതിരിക്കട്ടെ, അതാ അത് കഴിക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ നിരോധിച്ചുകൊണ്ടോ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പ്രൊപ്പഗൻഡയാണ്. ഇവിടെ നിന്ന് ജോലിക്കായി കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ഒരാളെ ഏത് തരത്തിലായിരിക്കും ഒരു മലയാളിയെ ട്രീറ്റ് ചെയ്യുക? ഏത് തരത്തിലായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ എല്ലാവരും മാതിരിയാണ് ജീവിക്കുന്ന രീതിയിലായിരിക്കില്ലേ പറയുന്നത്? ഞാനൊരു പഴയ ചെറിയൊരു കഥ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമുക്കത് നമ്മുടെ ഭരണാധികാരികൾ അന്നത്തെ കാലത്ത് എത്രത്തോളം അവർ ഫ്രീ ആയിട്ട് പൊതുവേ എല്ലാവരും കെ.കരുണാകരനെ പലരും വിമർശിക്കാറുണ്ടായിരുന്നു. കരുണാകരൻ ഭയങ്കര അഡമൻ്റായിട്ടുള്ള ആളാണ്, ഭയങ്കര കർക്കശക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നടപ്പിലാക്കാനുള്ള അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ കെ.കരുണാകരനെ കുറിച്ച് പറയുമ്പോൾ കെ.കരുണാകരൻ അച്യുതാനന്ദ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് അന്ന് സിനിമയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അന്ന് സംസ്ഥാന സിനിമ അവാർഡ് തീരുമാനിച്ചു. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയ്ക്കായിരുന്നു. അത് പി.എ. ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമ നക്സലുകളെ കുറിച്ചുള്ളതാണ്. അപ്പം ഇതാകെ വിഷയമായി, പ്രഖ്യാപിച്ചില്ല, ഒരു തീരുമാനമായി. അപ്പോൾ അന്നത്തെ ഐ ജി ആയിരുന്നു, അന്ന് ഡി ജി പിയിൽ ഐ ജിയാണ് ബി.എൻ. രാജൻ ഉണ്ട്. അത് ഈ കോങ്ങാട് ഈ നായരുടെ പണ്ട് നക്സലുകൾ കൊന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധുവോ മറ്റോ ആണ്. അപ്പം ഇദ്ദേഹം ആകാൻ ഞെട്ടി. അടിയന്തരാവസ്ഥ കാലത്തല്ലേ അദ്ദേഹം നേരെ കെ.കരുണാകരൻ ചെന്നിട്ട് പറഞ്ഞു ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ പോവാൻ, നക്സലേറ്റുകളെ മറ്റേ മഹത്വവൽക്കരിക്കുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ പോവാണ്, അതുകൊണ്ട് അത് ഇപ്പം തന്നെ വിളിച്ചിട്ട് അത് റദ്ദാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കരുണാകരൻ്റെ മറുപടി, ഈ സിനിമ വിലയിരുത്താനാണ് ഞങ്ങളവിടെ ജൂറി ആളിനെ വെച്ചിട്ടുണ്ട്, അവർ വിലയിരുത്തിയുള്ളൂ, താ ഈ പണി നോക്കണ്ടെന്ന് പറഞ്ഞു. അതാണ് സിനിമ വിലയിരുത്താനാണ് നമ്മൾ കമ്മിറ്റി നിയമിച്ചിട്ടുള്ളത്. അവരവരെ പണി ചെയ്തു. അതായത് ബീഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ഈ രാജ്യസ്നേഹം പറഞ്ഞ സെൻസർ ബോർഡ് ഒരുപാട് കാര്യങ്ങളെ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇവരിതൊന്നും കണ്ടില്ലേ എന്നുള്ളതാണ് എന്റെ ജാനകി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടാണ് വി ജാനകി എന്നാക്കി. എങ്ങനെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. വിജയുടെ ജനനായകൻ എന്ന സിനിമ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. എത്രയോ കട്ടുകളാണ് സിനിമയ്ക്ക് വേണ്ടി പറയുന്നത്. രാജ്യദ്രോഹം എന്നാണ്. അപ്പൊ ഇത് രാജ്യദ്രോഹമല്ലേ? രാജ്യദ്രോഹം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന ദ്രോഹമെങ്കിലും അല്ലേ? ഞങ്ങൾ മലയാളികളെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞങ്ങൾ ഇച്ചിരി സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുന്നത്. വേറെ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും പണ്ടത്തെ കാലമല്ല, ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ്. ലോകം മുഴുവൻ അറിയാണ് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ അറിയുള്ളൂ. ഇത് നിമിഷം ഞാനൊരു കാര്യം പറയട്ടെ. അതായത് BJP ഈ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അവർ. അവർക്ക് 1 അല്ലെങ്കിൽ ഒരു 3-5 കുറയാത്ത സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വരുമ്പോൾ മലയാളികൾ ഏത് തരത്തിലായിരിക്കും ഇവരെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്? ഇത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവർ കൂടി ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരള സ്റ്റോറി ആദ്യ ഭാഗത്തെ പൂർണ്ണമായും അർത്ഥത്തിൽ എതിർത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ 10-100 പതിപ്പുണ്ടായാലും നമ്മൾ അതിനെ എതിർക്കുകയും നമ്മളതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ സിനിമയ്ക്ക് അതിൻ്റെതായ സാഹിത്യവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇത്ര ഈ രീതിയിൽ കൊടുക്കുന്നത് അതൊരു ശരിയായ നടപടിയല്ല. ഇത് വല്ലാത്ത രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മുടെ പ്രോപ്പഗൻഡ നടപ്പാക്കാൻ സിനിമ ഉപയോഗിക്കുക. ലെനിൻ പറഞ്ഞിട്ടുണ്ട് 20ാം നൂറ്റാണ്ടിൻ്റെ കലയാണ് സിനിമയാണ്, അത് 21ാം നൂറ്റാണ്ടിൽ നമ്മൾ തുടരുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അത് നമുക്ക് അൾട്ടിമേറ്റായിട്ട് നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനക്കേടാണ്. കേരളത്തിനും ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമായ വേറെ കേരളത്തെക്കുറിച്ച് അവരിന്ന് അറിഞ്ഞുകൂടെ എന്ന് സംശയിക്കുന്നുണ്ട്. കേരളം അങ്ങനത്തുള്ള ലോകമല്ല, കേരളം ഇത് വേറൊരു സ്ഥലമാണ് എന്നുള്ള കാര്യം. അവർ പറഞ്ഞ 80 മില്യൺ ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കണക്കുകളൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ്. മാത്രമല്ല ലവ് ജിഹാദ് ഉണ്ടെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലവ് ജിഹാദിനെ കുറിച്ചുള്ള കേസുകളില്ല എന്ന് പാർലമെന്റിൽ വരെ സംസാരത്തെത്തി. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനുവേണ്ടി ഒരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ പൂർവ്വം നടന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ ജനറലൈസ് ചെയ്യുകയും ഇതാണ് കേരളത്തിൽ നടക്കുന്നത്, കേരള സ്റ്റോറി എന്ന് പറയുമ്പോഴേ ഇത് മുഴുവൻ നടക്കുന്നത് കേരളത്തിലാണെന്നല്ല ആൾ പെട്ടെന്ന് വിചാരിക്കുള്ളൂ. കണ്ടാൽ ഇതൊരു ശരിയായ നടപടിയില്ല. സിനിമയെ കാണുക,
അവരുടെ ആശയങ്ങൾ പ്രോപ്പർ നടത്തുന്നത് അത് വേറെയായി കാണുക. അതിന് സിനിമയല്ല അതിനുള്ള മാനദണ്ഡം.